ഗോതമ്പും ചെറുപയറൊക്കെ ചേർത്തിട്ടുള്ള ഒരു നാടൻ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി പായസമാണ് ഇന്നിവിടെ റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഗോതമ്പും 1/4 കപ്പ് ചെറുപയറാണ് എടുത്തത്. ഇനി നമുക്കിതൊന്ന് കഴുകി ഒരു കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഒരു 3-4 വിസിലെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ടത്. ഞാൻ 4 ശർക്കരയാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പാനിയാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണല്ലോ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തേങ്ങൻ്റെ പകുതിയാണ് എടുത്തത്. നല്ല വെള്ളം കുറച്ചിട്ട് നല്ല തിക്ക് പാലായിട്ടാണ് എടുക്കേണ്ടത്. നമ്മളൊരു 4 വിസിൽ വന്നതിന് ശേഷം നമ്മൾ ഗോതമ്പ് നുറുക്ക് ഒരു 1/4 ഭാഗം വേവായിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി എടുത്ത് വെച്ചിട്ടുള്ള മുഴുവൻ ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ഒരു 3-4 വിസിൽ ഇനിയും എടുക്കുക. 4 വിസിലിന് ശേഷം നമ്മുടെ ഗോതമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്തലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുറഞ്ഞ വെള്ളത്തിൽ പാലെടുക്കണം, അല്ലെങ്കിൽ ഇത് പായസം വളരെ നേർത്തതായിപ്പോവും. നല്ല തിക്കായിട്ടുള്ള പായസമാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളക്കാതെ നമുക്കൊന്ന് അവിടെ തിളക്കുമ്പോഴൊന്ന് ഇറക്കി വെക്കണേ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് നമ്മൾ 1 സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 ചെറിയുള്ളി, ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്തിട്ടാണ് വറവ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു പായസമാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി അഥവാ പാലൊന്ന് കൂടുതലായി പോവുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ടൊന്ന് കലക്കി കൊടുത്താലും നല്ല തിക്കായിട്ട് കിട്ടുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.